ഹാർട്ട് ടച്ചിങ് മൂവി. ധ്യാനെ കണ്ടു ചെയ്യുന്ന ഒരു ഏകദേശം പഴയ ഒരു 80 കൊല്ലം മോഡലുണ്ട്. ഒരു ബുള്ളറ്റിനെ സ്നേഹിക്കുന്ന ഒരു മെക്കാനിക്കിൻ്റെ ജീവിതമാണ്. പ്രയാഗ ധ്യാൻ എന്നുള്ള കോമ്പിനേഷനാണ്. പിന്നെ പ്രദീപ് കോട്ടയിലെ വൺ ഓഫ് ദി ലാസ്റ്റ് മൂവീസാണ്. എനിക്ക് പടം വളരെ ഇഷ്ടപ്പെട്ടു. ഇത് മാക്സിമം വീഡിയോ പ്രൊമോട്ട് ചെയ്യണം. കാരണം നല്ല സിനിമയാണ്. നല്ല സിനിമ ഒരിക്കലും ഓടാതെ പോകരുത്. എല്ലാം കൊണ്ട് നല്ലൊരു മൂവിയാണ്. റൊമാൻസ്, സെൻറ്റിമെൻറ്റ്സ് എല്ലാം ഉണ്ട്. കോമഡി എല്ലാം ഉണ്ട്. അൽത്താഫ് നോമിനിച്ചിട്ടുണ്ട്. എടുത്തു വരാണ് പ്രദീപ് കോട്ടയുടെ വൺ ഓഫ് ദി ലാസ്റ്റ് മൂവിയാണ്. എല്ലാവരും നോമിനേറ്റ് നല്ലൊരു മൂവിയാണ്. ലാഗൊന്നുമില്ല. ഒരു ഹാർട്ട് ടച്ചിങ് മൂവിയാണ്. പടം നല്ലൊരു പടമാണ്. അത് ഒരു ചെറിയൊരു പടമാണ്. എന്നാലും അതിലൊരു മെസ്സേജ് അല്ല, അതായത് ബൈക്കുകൾ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. ബൈക്കിനെ ഇഷ്ടപ്പെടുന്ന അത് ബുള്ളറ്റ്, പടത്തിൻ്റെ പേര് ബുള്ളറ്റ് അതായിട്ടാണ്. പക്ഷെ ബുള്ളറ്റ് ആവണമെന്നില്ല, ഒരു ബൈക്കിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. അത് ഫീൽ ഗുഡ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവർക്കും അത് സമാധാനമായിട്ടിരുന്ന് കാണാവുന്ന ഒരു പടം. അതേപോലെ ഇതിൽ വിഷ്വൽസ് ആയാലും നല്ല കിടലായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ പാട്ടുകൾ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും പടം കൊള്ളാം. മസ്റ്റ് തിയേറ്റർ വാച്ചബിൾ എന്ന് വേണമെങ്കിൽ പറയാം. അറിഞ്ഞിട്ടില്ല ഈ പടം വന്ന കാര്യം, റിലീസ് ചെയ്ത കാര്യം. അങ്ങനെയാണെങ്കിൽ ഇത് ശരിക്കും ഒന്ന് പ്രൊമോട്ട് ചെയ്താൽ ഇത് സക്സസ് ആണ് മൂവി. കാരണം ആർക്കും ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണാം. വലിയ മോശമായിട്ടൊന്നുമില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഇതാണ്. പക്ഷേ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ബുള്ളറ്റ് ഒരു ക്രൈസാണ്. അതിന് പറ്റിയ മൂവി. ഐ ലൈക്ക് ഇറ്റ്. കണ്ണ് നിറഞ്ഞു പോകും. നല്ലൊരു നന്മയുള്ള ഒരു കുഞ്ഞു സിനിമ. കോമഡി അല്ല, ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഫാമിലി പിന്നെ ധൈര്യമായിട്ട് വരാം. ഫാമിലിയായിട്ട് വന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റും. നല്ല സോങ്, ഷാൻ റഹ്മാനായാലും അഭിനേതാക്കളെ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട്. പ്രയാഗയുടെ ഒരു നാടൻ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ളൊരു ക്യാരക്ടറാണ്. വളരെ നന്നായിട്ടുണ്ട്. അല്ല, ബുള്ളറ്റിനെ ഇഷ്ടപ്പെടുന്ന, അതായത് ബുള്ളറ്റിനെ ഇഷ്ടപ്പെടുന്ന, നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ, നമുക്ക് ഓരോ പാഷൻ ഉണ്ടാവുമല്ലോ. പക്ഷേ ബുള്ളറ്റിനെ ഇഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വളരെ എന്താ പറയുക, ഒരു ഫീൽ ഗുഡ് മൂവി. ഇമോഷനൊക്കെ ശരിക്കും വർക്കൗട്ടായിട്ടുണ്ട്. നന്നായിട്ട് ഇൻട്രോളിന് ശേഷം ഒന്നും പറയാനില്ല. ഷാലു റഹ്മി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു എക്സെൻട്രിക്കായ ഒരു യുവാവിൻ്റെ എല്ലാവരും എൻ്റർലി ക്രൂ എല്ലാവരും നന്നായിട്ടുണ്ട്. വളരെ നല്ലൊരു സിനിമ. സാധാരണ വിനീസ് അല്ല എന്തോ ധ്യാൻ്റെ പടം പോലെ തന്നെ ആവറേജ് പടം. ധ്യാൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പെർഫോമൻസ് കുഴപ്പമില്ല. സിനിമ മൊത്തത്തിൽ കൊള്ളത്തില്ല. ധ്യാൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ഒരു കോമഡി പടമാണോ? കോമഡി ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെന്താ പറയാ, നമ്മളെ ഒരു ഇതെന്നാ ചാനലാണ്. അതെ. എന്നാലും മൊത്തത്തിൽ എങ്ങനെയുണ്ട് പടം? ഞാൻ പറഞ്ഞ ആവറേജേ ഉള്ളൂ. വലിയ നമ്മൾ പ്രതീക്ഷിച്ച പടം സിനിമയൊന്നുമല്ല. ഹിറ്റാന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ച് പോയി കാണാൻ ഇഷ്ടപ്പെട്ടോ? കണ്ടിരിക്കും.